ലോകം മൊത്തം ബഹുമാനിച്ചിരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഇന്ത്യയുടെ സ്വന്തം മൻമോഹൻ സിംഗിന്റെ അന്തിമോപചാര കർമ്മങ്ങളിൽ പോലും വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ച് അദ്ദേഹത്തെ അപമാനിച്ചിരിക്കുകയാണ് മോദിയും കൂട്ടരും. എത്ര നീചമായ പ്രവൃത്തി ചെയ്യുന്നതിനും സംഘികൾ മടിക്കുകയില്ല എന്നുള്ളതിന്റെ നേർത്തെളിവാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്തിമോപചാര കർമ്മങ്ങളിൽ ഇവർ കാണിച്ച നീചമായ പ്രവൃത്തികൾ. മോദി കൂട്ടങ്ങളുടെ ഈ നികൃഷ്ടമായ പ്രവൃത്തികൾ ഓരോന്നായി തുറന്നു കാണിക്കാം. ദൂരദർശൻ ഒഴികെ വേറെ ഒരു ന്യൂസ് ഏജൻസികളെയും മൻമോഹൻ സിംഗിന്റെ അന്തിമോപചാര ചടങ്ങുകളിൽ അടുപ്പിച്ചില്ല. RSSന്റെ ഒരു ശാഖയായ ദൂരദർശൻ ആകട്ടെ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെ കാണിക്കാതെ ഏതാണ്ട് മുഴുവൻ സമയവും മോദിയെയും അമിത്ഷായെയുമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. മുൻനിരയിൽ ഡോക്ടർ സിംഗിന്റെ കുടുംബത്തിന് ഇരിക്കാൻ വേണ്ടി വെറും 3 കസേരകൾ മാത്രമാണ് ഇട്ടത്. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ടാണ് ഡോക്ടർ സിംഗിന്റെ മകൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും മുൻനിരയിൽ ഇരിക്കാനുള്ള കസേരകൾ അറേഞ്ച് ചെയ്തത്. അദ്ദേഹത്തിന്റെ വിധവയ്ക്ക് ദേശീയ പതാക കൈമാറിയപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള മര്യാദ പോലും മെഹ്ലോമാനിയാക് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ളവരും കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിന്റെ ചിത എരിയുമ്പോൾ അതിനടുത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിൽക്കാൻ ആവശ്യമായ സ്ഥലം നൽകിയില്ല. പൊതുജനങ്ങളെ ഈ അന്തിമോപചാര കർമ്മങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ അനുവദിച്ചില്ല. അതിൻ കാരണത്താൽ അവർക്ക് ഈ ചടങ്ങുകൾ പുറത്തുനിന്ന് വീക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നു. അന്തിമോപചാര യാത്രയെ അമിത്ഷായുടെ വാഹന വ്യൂഹം തടസ്സപ്പെടുത്തുകയും അതുവഴി കുടുംബാംഗങ്ങളുടെ വാഹനങ്ങൾ പുറത്തു നിർത്തേണ്ട അവസ്ഥയും ആയിരുന്നു. ഗേറ്റ് അടച്ചിരുന്നതിനാൽ പുറത്തു നിന്നിരുന്ന കുടുംബാംഗങ്ങളെ തപ്പിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. അദ്ദേഹത്തിന്റെ അന്തിമകർമ്മങ്ങൾ ചെയ്യുന്ന കൊച്ചുമകന് ചിതയുടെ അരികിലേക്ക് എത്തിപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. വിദേശത്തു നിന്നും വന്ന വിശിഷ്ട വ്യക്തികളെ മറ്റെവിടെയോ ആയിരുന്നു ഇരുത്തിയിരുന്നത്. അതിനാൽ അവർ വന്ന കാര്യം പോലും ജനങ്ങൾ അറിഞ്ഞില്ല. ഭൂട്ടാന്റെ രാജാവ് പോലും എഴുന്നേറ്റ് നിന്നപ്പോൾ നരേന്ദ്രമോദി ഒരു കൂസലുമില്ലാതെ ഒരു മര്യാദയുമില്ലാതെ കസേരയിൽ തന്നെ കുത്തിയിരുന്നു. സ്ഥലത്തിന്റെ അറേഞ്ച്മെന്റ് വളരെ പരിതാപകരമായിരുന്നു. വളരെയേറെ ആളുകൾക്ക് അത് വീക്ഷിക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. ഇവിടെ ഭൂട്ടാന്റെ രാജാവ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രിയ ഭാര്യയെ അവരുടെ കാൽക്കൽ ഇരുന്നാണ് ആശ്വസിപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തത് എന്ന് ഓർക്കണം. എന്നിട്ടും സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ പ്രിയപ്പെട്ട പുത്രനെ ഇതുപോലെ അപമാനിക്കുക എന്ന് വെച്ചാൽ എന്തു പറയാനാണ്? അങ്ങനെ മറ്റു വാർത്താ ചാനലുകളെ പോലും അദ്ദേഹത്തിന്റെ അന്തിമയാത്ര കവർ ചെയ്യാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന്റെ മൃതശരീരത്തോട് വലിയ അനാദരവ് കാണിച്ച് മോദിയും കൂട്ടരും ലോകമെമ്പാടും വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും കാണുന്ന ഇന്ത്യയുടെ അഭിമാനം ഡോക്ടർ മൻമോഹൻ സിംഗിന് അദ്ദേഹത്തിന്റെ അന്തിമ യാത്രയിലും ഇതുപോലെ മനസ്സാക്ഷിയില്ലാതെ അനാദരിച്ചത് വിവേകമുള്ള ഒരു ജനങ്ങളും ഒരിക്കലും മറക്കില്ല.